ശുഹദാക്കളെ ഓർക്കുക എന്നുള്ളത് നമ്മുടെ ഈമാനിൻ്റെ വർദ്ധവിന് ആവശ്യമാണ്. പ്രത്യേകിച്ച് ബദരീങ്ങളെ ഓർക്കുക എന്നുള്ളത് നമ്മുടെ ഈമാനിൻ്റെ വർധനവ്. ഈമാൻ, ഇസ്ലാം, തൗഹീദ്, ശിർക്കൊക്കെ പഠിക്കേണ്ടത് ബദരീങ്ങളിൽ നിന്നാണ്. ബദരീങ്ങളാണ് നമുക്കെല്ലാത്തിനും മാതൃക. ബഹുമാനപ്പെട്ട സ്വഹാബത്തിൻ്റെ ഒക്കെ വിശ്വാസം എന്താണ്? മുസ്തഫ നബി തങ്ങൾ, ബദരീങ്ങളുടെ ധൈര്യവത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ മുമ്പിലുള്ളത്, പിന്നെന്തിന് പേടിക്കാനാണ്? തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽ ഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ വഅഹ്ലിൽ ബദീരി യാ അല്ലാഹ്. ഇല്ലാത്ത സംഭവമാണ്. ഹുബൈബ് തങ്ങൾ അവസാനം അള്ളാഹിനോട് ദ്വാരന്ന് പഠിച്ചവനെ, എൻ്റെ ശരീരം അക്രമികൾക്ക് നീ വിട്ടുകൊടുക്കരുതേ റബ്ബേ എന്ന് ദ്വാ ചെയ്തു ബഹുമാനപ്പെട്ടവർ. അതുകൊണ്ട് പോലെ തന്നെ ഒരാൾക്കും ഹുബൈബ് തങ്ങളെ തൊടാൻ കഴിഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട സലമത്ത് ബിനു അസ്ലം റളിയല്ലാഹു തങ്ങളെ യുദ്ധം ഇങ്ങനെ കൊടുമ്പിരിക്കൊടുക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഒരു വാള് മുറിഞ്ഞ് പൊട്ടിയങ്ങ് പോയി. പിന്നെ കയ്യിൽ യുദ്ധം ചെയ്യാനൊന്നുമില്ല. വേഗം ഇലാ ഹദറത്ത് റസൂലില്ല, എല്ലാത്തിനും പരിഹാരം മുസ്തഫ നബി തങ്ങളല്ലേ. നബിയെ, എൻ്റെ കയ്യിലുള്ള വാളൊക്കെ പൊട്ടിപ്പോയി നബി, എനിക്ക് എന്തെങ്കിലും ഒന്ന് വേണോ? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയ്യിലെന്തോ കൊടുക്കാൻ വേണ്ടേ? ഈത്തപ്പന മട്ടലിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം എടുത്തു കൊടുത്തു. എന്താ പിടിച്ചോളി അസ്ലമേ. അതങ്ങോട്ട് വാങ്ങിക്കുകയും ഫൈദൻ ഹുവ സൈഫുൻ ജയ്യിദുൻ, നല്ലൊരു വാളായി മാറി. അതുമായി ഘോരയുദ്ധം ചെയ്തു. അങ്ങനെ ഓരോ മഹാന്മാരെ, ഇഫായത്ത് ബിനു മാലിക് റളിയല്ലാഹു അൻഹു തങ്ങളുടെ കണ്ണിലേക്ക് ഒരു അമ്പ് വന്ന് തെറിച്ചു, കണ്ണങ്ങ് പൊട്ടിപ്പോയി. നേരെ ഇലാ ഹദറത്ത് റസൂലില്ലാ, ആരംഭ റസൂലാണ്, അഭയം മുസ്തഫായ നബി തങ്ങളോട് നബിയെ കണ്ണ് പൊട്ടിപ്പോയി. അവിടുത്തെ ഷറഫാക്കപ്പെട്ട ഉമനീര് വെച്ചുകൊണ്ട്, അവിടുത്തെ ഷറഫാക്കപ്പെട്ട ഉമനീര് വെച്ചുകൊണ്ട് അങ്ങ് തടവി കൊടുക്കുകയാണ്. കണ്ണിൻ്റെ രോഗമങ്ങ് മാറുകയാണ്. ശുഹദാക്കൾ എന്നും കടന്നു വരണം ജീവിതത്തിൽ. അതുകൊണ്ട് എല്ലാ ദിവസങ്ങളും ഒരു മൂമിനായ മനുഷ്യന് ഈമാനിൻ്റെ വർധനവിന് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ്. അസ്ഹാബുൽ ബദരീങ്ങളുടെ പേര് പറയുക, അല്ലെങ്കിൽ അവരുടെ പേര് ഫാത്തിഹ ഓതുക, അസ്മാഉൽ ഹുസ്നയും ചൊല്ലുക. ഇത് രണ്ടും ഉണ്ടായാൽ ഈമാൻ ഇങ്ങനെ മാറ്റുകൂടിക്കൊണ്ടേയിരിക്കും. അസ്മാഉൽ ഹുസ്ന അള്ളാഹുവിൻ്റെ 99 പേര്. യാ അല്ലാഹ് റഹ്മാൻ, യാ അല്ലാഹ് റഹീം, യാ അല്ലാഹ് മലിക്, യാ അല്ലാഹ് ഖുദ്ദൂസ്, യാ അല്ലാഹ് സലാം, യാ അല്ലാഹ് മുഅ്മിൻ, യാ അല്ലാഹ് മുഹൈമിൻ, യാ അല്ലാഹ് അസീസ്, യാ അല്ലാഹ് ജബ്ബാർ, യാ അല്ലാഹ് മുതകബ്ബിർ, യാ അല്ലാഹ് ഖാലിഖ്, യാ അല്ലാഹ് ബാരി, യാ അല്ലാഹ് മുസവ്വിർ, യാ അല്ലാഹ് ഗഫാർ, യാ അല്ലാഹ് ഖഹാർ, യാ അല്ലാഹ് വഹാബ്, യാ അല്ലാഹ് റസാഖ്, യാ അല്ലാഹ് ഫത്താഹ്, യാ അല്ലാഹ് അലീം, യാ അല്ലാഹ് ഖാബിൽ, യാ അല്ലാഹ് ബാസിത്ത്, യാ അല്ലാഹ് ഹാഫിൽ, യാ അല്ലാഹ് ഖാഫിൽ, യാ അല്ലാഹ് റാഫി, യാ അല്ലാഹ് മുഇസ്, യാ അല്ലാഹ്. അങ്ങനെ അല്ലാഹുവിൻ്റെ 99 പേരുകൾ, 99 പേര് റബ്ബിനുള്ളതാ. അസ്മാഉൽ ഹുസ്ന എന്ന ഹദീസിൽ വന്നതാ. കാണാതൊരാൾ ചൊല്ലുന്നു എന്നാൽ പേരിത് സ്വർഗത്തിലാമെന്നും ഹദീസിൽ ഉണ്ടിത്. അസ്മാഉൽ ഹുസ്ന എന്നും ചൊല്ലിക്കോളി സഹോദരിമാരെ. അസ്മാഉൽ ഹുസ്ന ചെല്ലുന്തോറും അല്ലാഹു തആലക്ക് ഭയങ്കര ഇഷ്ടമാണ്. അസ്മാഉൽ ഹുസ്ന ചെല്ലുന്നവരോട് ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹുവിൻ്റെ പേരുകളല്ലേ. മൻ ഹഫിളഹാ ദഖലൽ ജന്ന. ആരെങ്കിലും അസ്മാഉൽ ഹുസ്ന അള്ളാഹുവിൻ്റെ 99 പേരുകൾ ആരെങ്കിലും മനഃപ്പാഠമാക്കിയാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടന്നുപോയി. ഖാല റസൂലുള്ളാഹി. അതുപോലെ തന്നെ അസ്ഹാബുൽ ബദരീങ്ങളും, ബദരീങ്ങളുടെ പേരിൽ ഫാത്തിഹ ഓതാത്ത ഒരു ദിവസവും നമ്മൾ കടന്നു പോകരുത്. ഫാത്തിഹ ചുരുങ്ങിയതാ പറഞ്ഞതാണ്, യാസിനാദ്. കാരണം ബദരീങ്ങളാണ് എല്ലാത്തിനും നമുക്കൊരു ധൈര്യം. അസ്ഹാബുൽ ബദരീങ്ങളാണ്. മുന്നോട്ട് നോക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, അപ്പുറത്ത് അബൂജാല്, 1000-ഓളം വരുന്നവൻ്റെ ശിങ്കിടികൾ, കള്ളു കുടിച്ചും ഷീട്ട് കളിച്ചും എല്ലാം മറ്റ് എല്ലാ സൗകര്യങ്ങളും.
അവനോടാണ് ഈ സാധുക്കളായ പാവങ്ങളായ ബഹുമാനപ്പെട്ട സ്വഹാബത്തെ കിറാം അവരോട് ഏറ്റുമുട്ടാൻ ബദരീങ്ങളെ ധൈര്യം, ഒന്നാമതും രണ്ടാമതും മൂന്നാമതും അല്ലാഹുവിലുള്ള വിശ്വാസം, ഈമാൻ, മുസ്തഫായ നബിതങ്ങളുടെ മഹബത്തും തവക്കുല്, ഇതൊക്കെ ബദർ നൽകുന്ന പാഠമാണ്. പ്രയാസങ്ങളും പ്രതിസന്ധികളും മോമിനിങ്ങൾക്ക് എന്നും വന്നുകൊണ്ടേയിരിക്കും. ഈ ബദർ യുദ്ധം അതിന് നൽകിയതാണ്. പ്രയാസങ്ങളും വിഷമങ്ങളും ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം ഒന്നല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലായി ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള തവക്കുലിൻ്റെ വലിയ പാഠമാണ് അസ്ഹാബുൽ ബദരീങ്ങൾ നമുക്ക് നൽകുന്നത്. അത് വലിയൊരു പാഠമാണ്. ഏത് പ്രയാസങ്ങൾ വരുമ്പോഴും വിഷമങ്ങൾ വരുമ്പോഴും നീ പതറല്ലേ ഉമ്മാ, പതറരുത് മോനെ. പ്രയാസങ്ങളും വിഷമങ്ങളും വരുമ്പോൾ തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിൻ്റെ മേലങ്ങ് തവക്കലാക്കുക. അല്ലാഹു നമുക്ക് സഹായത്തിനുണ്ട്. ശുഹദാക്കൾ അവരെന്നും ഹയാത്തുള്ള ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ വഴിയിൽ ഷഹീദായി പോയ മഹാന്മാരെ പറ്റി നിങ്ങൾ വിചാരിക്കരുത്. അംവാത, അവർ മരിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ബൽ അഹ്യാഉൻ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ഖുർആനല്ലേ പറയുന്നത്, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവർ അല്ലാഹുവിൻ്റെ അടുക്കൽ ജീവിച്ചു. സമുദായൻ്റെ അളറത്തിലെന്നും ഹയാത്തുള്ള ശൗക്കുറ്റ ബദർ ശുഹദാക്കളെ, സമുദായത്തിനായുയർമാലും കൊടുത്തുള്ള സൗഭാഗ്യമുത്ത് ബദരീങ്ങളെ, സൗഭാഗ്യമുത്ത് ബദരീങ്ങളെ. മഹാസംഭവമാണ്. എല്ലാ ശുഹദാക്കളും വലിയ പവറുള്ളവരാണ്. അതിൽ അസ്ഹാബുൽ ബദരീങ്ങൾ വല്ലാത്ത മഹത്വമുള്ളവരാണ്.